ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ആക്ച്വലി വന്നിരിക്കുന്നത് ഒരു 1 മന്തേക്കോ ഞാനൊരു ഡാൻഡ്രഫിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആലോവേറ ജെല്ല് യൂസ് ചെയ്തിട്ട്. അപ്പോൾ 1 മന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ്. ഡാൻഡ്രഫിൻ്റെ അതിൽ ഞാൻ യൂസ് ചെയ്തത്, ആ ഷോർട്സിൽ ഞാൻ യൂസ് ചെയ്തത് ജസ്റ്റ് ആലോവേറ മാത്രമാണ്. ആലോവേറ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ജെല്ലൊന്നെടുത്ത് ക്രഷ് ചെയ്തിട്ട് തലയിൽ സ്കാൽപ്പിലൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക, അത് അങ്ങോട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഞാൻ അന്നത്ത് കാട്ടിയിരിക്കുന്നത്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു ഡാൻഡ്രഫ് ജേണിയുടെ ഒപ്പം ഞാൻ അതിൻ്റെ ഒപ്പം യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഡാൻഡ്രഫ് എന്ന് വെച്ചാൽ നമ്മൾ മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നാണെങ്കിൽ അത് വീണ്ടും വീണ്ടും വരും. വേണമെങ്കിൽ ഇറ്റ് വിൽ വേഴ്സ് സിറ്റുവേഷൻ. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഈ നമ്മുടെ വീട്ടിലൊക്കെ മാറാമ്പൽ കാണത്തില്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും, ബട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നോക്കുമ്പോഴത്തേക്കും പിന്നെ ഉണ്ടാവും അവിടെ ഇല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഡാൻഡ്രഫും. നമ്മൾ മര്യാദക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നാണെങ്കിൽ ഇറ്റ് വിൽ കം അഗെയിൻ. സോ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹെയർ കെയർ ചെയ്യുക. അഗെയിൻ വരും. ഡാൻഡ്രഫ് പെട്ടെന്ന് നമുക്ക് കളയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാട്ടുന്ന പ്രൊഡക്റ്റ് എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈ ആലോവേറേൻ്റെ ഒപ്പം തന്നെ ഞാൻ ആലോവേറയും ഇതും കൂടി ഒരുമിച്ചാണ് യൂസ് ചെയ്തിട്ട് എൻ്റെ തലയിലെ ഡാൻഡ്രഫൊക്കെ ഞാൻ കളഞ്ഞത്. സ്റ്റിൽ എനിക്ക് ഇപ്പോൾ ഡാൻഡ്രഫ് ഇല്ല. 1 മന്തിൽ എനിക്കിപ്പോൾ റിസൾട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഡാൻഡ്രഫ് ഇല്ല ഇപ്പോൾ. സോ അതിനെ ഹെൽപ്പ് ചെയ്ത 2 കാര്യങ്ങളാണ് ആലോവേറയും ആ ഒരു പ്രൊഡക്റ്റും. സോ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. സോ എൻ്റെ ഒരു സിറ്റുവേഷൻ പറയുകയെന്ന് വെച്ചാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഹെയർ കെയർ അല്ലെങ്കിൽ ഡാൻഡ്രഫിൻ്റെ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ തലയിൽ നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇറ്റ്സ് വേഴ്സ് ആയിരുന്നു. ലൈക്ക് ഇപ്പം തലയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്താലേ കയ്യിൽ ഡാൻഡ്രഫ് ഉണ്ടാവും, അത്രമാത്രം ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു എൻ്റെ തലയിൽ. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഇല്ല ആക്ച്വലി. സോ അതിനെ ഹെൽപ്പ് ചെയ്ത 2 കാര്യങ്ങളാണ് ആലോവേറയും ആ ഒരു പ്രൊഡക്റ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കൺസിസ്റ്റൻസി വേണം. നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്തിട്ട് പോയി റിസൾട്ട് ഉണ്ട് പോയിന്ന് വിചാരിച്ചാൽ ഡാൻഡ്രഫ് അങ്ങനെ പോവില്ല. ഫസ്റ്റ് തിങ്, ഡാൻഡ്രഫ് അങ്ങനെ ഒരിക്കലും ഒരു ഒറ്റത്തവണയിൽ യൂസിൽ ഡാൻഡ്രഫ് പോവില്ല. സോ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ലൈഫിലും എന്ത് കാര്യത്തിനായാലും കൺസിസ്റ്റൻസി, നമുക്കൊരു കാര്യം നേടിയെടുക്കാനാണെങ്കിൽ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നതാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ തലയിൽ ഡാൻഡ്രഫ് വേഴ്സ് ആവുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്ത് വെച്ചത് ഹെഡ് ആൻഡ് ഷോൾഡർ ഷാമ്പു ആണ്. അത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. എൻ്റെ ഹെയറും നല്ല രീതിയിൽ ഫ്രീസി ആയിരുന്നു. ആൻഡ് ഡാൻഡ്രഫ് ഉള്ളതിനെക്കാട്ടും കൂടുതൽ വന്നു. ആക്ച്വലി അത് ഒരു ഞാൻ സാഷ പാക്കറ്റാണ് യൂസ് ചെയ്തിട്ട് വെച്ചത്, 2 രൂപയുടെ ഒരു ബേസിക് ക്ലീൻ എന്ന് പറഞ്ഞത് സംഭവം. ഇട്ടാൽ നമുക്ക് ആ ഒരു ഡേ 2 ഡേയ്സ് ഒരു 3 ഡേയ്സ് നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടാവില്ല. അത് ക്ലീൻ ആക്കും. ബട്ട് അതനുസരിച്ച് ക്ലീൻ ആക്കുമ്പോൾ നമ്മുടെ തലയിലുള്ള ആവശ്യമുള്ള നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള സാധനങ്ങളും ആ ഒരു വാഷിൽ നമ്മുടെ തലയിൽ നിന്ന് പോകും, ഹെയറിൽ നിന്ന് പോകും. സോ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഷാമ്പു ഒരിക്കലും യൂസ് ചെയ്യരുത്, ആരും യൂസ് ചെയ്യരുത്. അപ്പോൾ ഞാനിനി നമ്മുടെ പ്രൊഡക്ട്സിലോട്ട് കിടക്കാം. സോ എൻ്റെ ഒരു ഡാൻഡ്രഫ് ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഏറ്റവും ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സെബോഷിൻ്റെ ഷാമ്പു ആണിത്. ഇത് 100 ml ആണിത്. ഇതിന് 281 റുപ്പീസാണ്. ഇത് ഫാർമസിയിലൊക്കെ അവൈലബിൾ ആണിത്. ഇത് ഞാനെന്ന് വെച്ചാൽ ആലോവേറ ജെല്ല് ഇട്ട് കഴിഞ്ഞ ശേഷം അതൊരു 10 മിനിറ്റ്സ് തലയിൽ വെച്ച് ജസ്റ്റ് ഒന്നൊരു വെറ്റ് അല്ലെങ്കിൽ അബ്സോർബ് ആയെന്ന് നമുക്ക് തോന്നുമ്പോഴത്തേക്കും ഈ ഒരു ഷാമ്പു യൂസ് ചെയ്ത് കഴുകിക്കളയാം. ഇത് യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ മേ ബി ഇത് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഡാൻഡ്രഫ് പോകും, ബട്ട് കൺസിസ്റ്റൻസി വേണം. ഞാൻ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് ഡാൻഡ്രഫ് പോകുന്നതല്ല. ഡാൻഡ്രഫ് അങ്ങനെ ഒരിക്കലും പോവില്ല. സോ കൺസിസ്റ്റൻസ് ആയിട്ട് ഇത് 1 മന്ത് യൂസ് ചെയ്തതിൻ്റെ റിസൾട്ടിൽ എൻ്റെ ഹെയറിൽ ഇപ്പോൾ ഒരു തരി ഡാൻഡ്രഫ് ഇല്ല. ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും, 1 വീക്ക് നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഡാൻഡ്രഫ് ഇല്ലല്ലോ, എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിത് കൺസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്താലേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ.
സോ ആകെ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 പ്രൊഡക്ട്സ് ഉള്ളൂ. ഇതാണെങ്കിൽ 300-ന് ബിലോ ആണിത്. അതുകൊണ്ട് തന്നെ പോക്കറ്റ് ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു ഷാമ്പു ആണ് ഇത്. എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്തത് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ ആണിത്. അപ്പോൾ ആർക്കാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഇതും കൂടി നിങ്ങളുടെ ഡാൻഡ്രഫ് ജേർണലിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗെറ്റ് എ ബെറ്റർ റിസൾട്ട് ഫോർ യു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആലോവേറ ജെല്ലും അത് ഇട്ട് കഴിഞ്ഞ ശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യാം. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി സെബോ വാഷ് ഷാമ്പൂ എന്നാണിത്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. വേറൊരു കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സെബോ വാഷ് ആൻഡ് ആലോവേറ ജെൽ ഇത് രണ്ടും കൺസിസ്റ്റൻസി ആയിട്ട് ഒരു വീക്ക്ലി 2 days ചെയ്താൽ മതി. നമ്മുടെ ഈ ആലോവേറ ജെല്ലും ഇതും യൂസ് ചെയ്ത് പ്ലസ് ഷാമ്പു യൂസ് ചെയ്താൽ മസ്റ്റാണ് കണ്ടീഷണർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. ഡാൻഡ്രഫിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുവാണ്, ഒരാൾ നിൽക്കുവാണ്, ജസ്റ്റ് അയാളെങ്ങാനും നമ്മുടെ ഹെയറിലോട്ട് നോക്കിയാൽ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താ പറയുക, അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും. ഫോർ ഷുവറാണത്. കാരണം എനിക്കൊക്കെ അത് ഫെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഫ്രണ്ട്സിനടുത്ത് അവിടെ റിലേറ്റീവ്സ് അവിടെ പോയിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഹെയറും തിങ്ങൊന്നും മാറ്റുമ്പോൾ തന്നെ ഡാൻഡ്രഫ് കാണുമായിരുന്നു എൻ്റെ കയ്യിൽ. സോ അത്രമാത്രം എന്താ പറയുക, ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഡാൻഡ്രഫ് കാരണം. ഇനി എനിക്കത് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഷുവറായിട്ട് പറയാം. കാരണം ദിസ് ഹെൽപ്പ് മീ സോ മച്ച്. ഓൾസോ ദ ആലോവേറ ജെൽ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കാം. സോ എല്ലാവരും യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയുക, കമൻറ്റ് ചെയ്യുക. സോ ഇത്രയും പറയാനുള്ളൂ. എല്ലാവരും കൺസിസ്റ്റൻസി ആയിട്ട് ഒരു നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു കൺസിസ്റ്റൻസി കൊടുക്കുക. അപ്പോൾ എന്നാലേ നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ. നമുക്കൊരു റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കൺസിസ്റ്റൻസി വേണം. അതിപ്പോൾ എന്തിനായാലും, ഇപ്പോൾ ഹെയർ കെയർ ആവട്ടെ, സ്കിൻ കെയർ ആവട്ടെ, എന്തിനായാലും ഒരു കൺസിസ്റ്റൻസി കൊടുത്താലേ നമുക്കതിന് റിസൾട്ട് കിട്ടുള്ളൂ. സോ ഇങ്ങനത്തെ കുറേ വീഡിയോസിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഇന്നത്തേക്ക് ബൈ.